ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 2 കൈ നിറയെ സാധനങ്ങളും 4 കാലേലും. ആരുടെ വയറ്റത്തടിച്ചു? വന്ന് കയറുമ്പോഴേ കുരങ്ങനാണല്ലോ ശകുനം. ജോലി ചെയ്യ്. ഇതെന്താന്ന് കഷായം കുടിച്ചിരിക്കുന്ന കിളവികളെ പോലെ? വേഗം ചെയ്യങ്ങോട്ട്. ഇങ്ങനെയാണോ ജോലി പിടിക്കുന്നത്? ഒരുമാതിരി അറപ്പുള്ളതുപോലെ. വേണ്ട, ചൂല് ദിവ്യ ആയുധമാണ്. അതിനെ നമ്മൾ ഭക്തി പുരസ്സരം പിടിക്കണം. ചെയ്തോ 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 ചെയ്തോ. ഇതെന്തോന്ന് റോസാപ്പൂവിന്റെ കവിള് തലോടുന്നത് പോലെ? അങ്ങോട്ട് വേഗം വേഗം ചെയ്യ്. ശരീരം ഒന്ന് അനങ്ങട്ട്. അനങ്ങട്ട്. കിളവി ഇവിടം വരെ ആയല്ലേ? മോളൊന്നും ചെയ്യണ്ട. ഈ വൃത്തികെട്ട വീട്ടിലേക്ക് കയറി ഒന്നും എഴുതി ഇത്രയ്ക്ക് തരം താഴെയും വേണ്ട. തള്ളേ, ആക്രി സാധനമാണെന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണെന്നും ഞാൻ നോക്കില്ല. ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയാ എന്റെ വിധം മാറും. ചൊറിയൻ തവളയെ തോണ്ടിയെടുക്കുന്ന പോലെ ഞാൻ വടി കൊണ്ട് തോണ്ടി പുറത്തേക്കിടും. അതിന് അച്ഛനെന്തിനാ എന്നോട് ചൂടാവുന്നേ? അല്ലേ, ഞാൻ ഈ കൊച്ചിനെ കൊണ്ടൊന്ന് അടിച്ചു തൂപ്പിച്ചത് തെറ്റാണോ? അടിപ്പിക്കുന്നതും തൂപ്പിക്കുന്നതും ഒക്കെ നിങ്ങളുടെ വീട്ടില് ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാ മതി. ഇവിടെ വേണ്ട. ഈ കുട്ടി ആരാണെന്നും എവിടത്തെയാണെന്നും നിങ്ങൾക്കറിയില്ല. രാധമ്മ കാണിക്കുന്നത് കണ്ട് നിങ്ങൾ കയറി വിളയല്ലേ? വിളച്ചിലിങ്ങോട്ടെടുത്താ വേണമെങ്കിലെ വല്യമ്മ വഴക്ക് പറയണ്ട. എനിക്കിതൊക്കെ വലിയ ഇഷ്ടാ. ഞാനതൊക്കെ ചെയ്തോളാം. വേണ്ട വേണ്ട. അടിച്ചു തൂപ്പൊക്കെ ഇവരുടെ പണിയാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അടിച്ചുതൂപ്പുകാരിയുടെ അവാർഡ് മേടിച്ച ശ്രീമതിയാ. ഏത് അവാർഡ്? കുറ്റിച്ചൂര് അവാർഡ്. അത് വാങ്ങിച്ചിട്ടില്ലേ? കുറ്റിച്ചൂലിന് അടി കിട്ടിയിട്ടുണ്ട്. അവാർഡ് കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അടി പലയിടത്തുനിന്നും കിട്ടും ഇങ്ങനെയാണെങ്കി. മിക്കവാറും ഇവിടുന്ന് മേടിച്ചിട്ട് കട്ടയമ്പിടം മടങ്ങും. അച്ഛൻ എന്താ പറഞ്ഞേ? ഞാൻ ഈ കുലുക്കി കുത്തുകാരെ പറ്റി പറഞ്ഞതാ. അമ്പലപ്പറമ്പിൽ ഒരു തരം കളിയില്ലേ, കുലുക്കി കുത്തും നാളകുത്തും. അതൊക്കെ. എന്നാ പിന്നെ അച്ഛന് കുലുക്ക് കുത്തിന് പോക്കൂടെ? ഒരു പണിയും ചെയ്യാതെ വീടിനും ഭാരമായി ഭൂമിക്കും ഭാരമായി എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഇവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ദൈവമേ, ഈ ബാധയെ ഞാൻ മന്ത്രവാദിയെ കൊണ്ടൊഴിപ്പിക്കും. ദഹിക്കുന്ന ആത്മാവ് വന്നല്ലോ. എടാ, നീ ഈ സാധനത്തിന് നോക്കണ്ട. ഈ വക മാരണങ്ങളെ നമ്മൾ തൽക്കാലം സഹിച്ചേ പറ്റൂ. നീ എന്താ വർമ്മസാറിന്റെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വന്നേ? അച്ഛാ, അമ്മമ്മയ്ക്ക് എന്നെയും മാഡത്തെയും കൊണ്ട് എങ്ങോട്ടോ ടൂർ പോണെന്ന് പറഞ്ഞു. മാഡത്തെ വിളിച്ചോണ്ട് വേഗം ചെല്ലാനും പറഞ്ഞു. ഓ, നല്ല കാര്യ. എന്നാ ഇനി ഒട്ടും താമസിക്കില്ല. മാഡത്തെ വിളിച്ചിട്ട് വേഗം ചെല്ലാൻ നോക്ക്. സിംഗപ്പൂരിലേക്കായിരിക്കും ടൂറ്. സിംഗപ്പൂരിലും കോലാപ്പൂരിലും ഞാൻ ഇതുവരെ ടൂർ പോയിട്ടില്ല. ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം. ഫ്ലൈറ്റിലെ ഒരാൾക്ക് 30 കിലോ ഭാരം കൊണ്ടാൻ പാടുള്ളൂ. നിങ്ങളൊരു കിൻഡലുണ്ട്, കൊണ്ടാൻ പറ്റൂല. അല്ല, ഞാനും കൂടെ ചെല്ലുന്നത് അവർക്കൊരു സഹായമാവും. ഞാനും കൂടെ പോയിട്ട് വരാം. എന്റെ പൊന്നു തള്ളേ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ആരും ഒരു സമാധാനം കൊടുക്കുന്നില്ല. അതുങ്ങള് എവിടെയെങ്കിലും 2 ദിവസം പോയി സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ. നിങ്ങളൊരു കൊതുക് ശല്യായി മാറിയല്ലോ. മാഡം, വേഗം റെഡിയാവ. അമ്മേ, ഞങ്ങൾ പോയിട്ടാ. നിങ്ങൾ പോവോ വരൂ, എന്താന്ന് വെച്ചാ ചെയ്യ. അതിന് ഞാനെന്ത് വേണം?
വാത്സല്യം പകരേണ്ട നാവീന്ന് വന്ന യാത്രയായപ്പ ഇങ്ങനെയുണ്ടോടാ അമ്മമാര്? ആ അത് നിങ്ങൾ കാര്യാക്കണ്ട. അവളും ഉള്ളി തട്ടി പറയുന്നൊന്നുമല്ല. അതെനിക്കറിയാച്ച. ആ നിങ്ങൾ വേഗം റെഡിയാവാൻ നോക്ക്. മേഡം വാ. ചേട്ടാ ബാക്കി വേണ്ട വേണ്ട വേണ്ട. ആവശ്യമുള്ള പൈസ ഉണ്ടല്ലോ. രണ്ട് കൈ നിറയെ സാധനങ്ങളും 4 കാലേലും. ആരുടെ വയറ്റത്തടിച്ചു? വന്ന് കയറാൻ വഴി കുരങ്ങനാണല്ലോ ശകുനം. ഇയാളെ കണി കണ്ടിട്ട് പോയ പച്ച വെള്ളം കിട്ടത്തില്ല. നീ മറ്റാരെയാ കണി കണ്ടത്? നീ എന്താടാ എന്നെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്? ഏയ്യേ, ഒരു രസവും ഇല്ലാത്ത എന്റെ ഫാദർ അല്ലേ നോക്കി ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചതാ. ചിരിക്കും. ഉള്ളി കിടക്കുന്നത് വേറെ സാധനമാണല്ലോ. നിങ്ങളൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വല്ലതും ആകുമായിരുന്നോ? ഈ ബാറൊക്കെ കയറി ഇറങ്ങി കാശ് കളയായിരുന്നോ? ബിവറേജ് കയറി ഒരു ഗതയൊക്കെ വാങ്ങി ഈ മുറ്റത്ത് 2 കസേരയൊക്കെ ഇട്ട് അമ്മായിയപ്പനും ഞാനും കൂടി ലാവിഷായി മട്ടാന്ന് കുടിക്കായിരുന്നില്ലേ? ഈ ഇറച്ചി പൊരിച്ചതൊക്കെ വാരി വലിച്ച് കുറിച്ച് മനസ്സിൽ വെച്ചാ മതി. സാധാരണ അമ്മായിയപ്പനും മരുമോനൊക്കെ ഇങ്ങനെയൊക്കെ പതിവ്. ഞാൻ സാധാരണ അമ്മായി അച്ഛൻ അല്ല. മരുമകന് കള്ളൊഴിച്ചു കൊടുത്തിട്ട് മകളെ തല്ലി വിളിക്കാൻ എനിക്കെന്താണ് ഭ്രാന്ത? കൊറേ വാങ്ങിയിട്ടുണ്ടല്ലോ. ആരെ ചുറ്റിച്ചു? ഇതാരെ ചുറ്റിച്ചേം പറ്റിച്ചൊന്നുമല്ല. ഇതെന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചത്. ഭാര്യയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ ഭർത്താവിന്റെ കടമയാ. പക്ഷേ അതിനൊരു അന്തസ് വേണം. ഭാര്യ ഒരു സാരി എടുത്ത് വഴിയിൽ കൂടെ പോകുമ്പോ ആരും മനസ്സിൽ പോലും പറയരുത്, ദേ അവൾ ഉടുത്തിരിക്കുന്ന സാരി എന്നെ പറ്റിച്ച കാശുകൊണ്ട് മേടിച്ചതാണെന്ന്. ഇങ്ങനെ എന്തോന്ന് വന്ന് കേറിയപ്പോഴേ ഒരുമാതിരി ചൊറിയാൻ നോക്കുന്നു.